ഹായ് എവർ വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് കടക്കാം. ഇത് ആദ്യം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പട്ട, ഏലക്ക, കറാമ്പു, ലീഫ് ഇട്ട് കൊടുത്ത് അതിലേക്ക് സബ്ജീരക ഇട്ട് കൊടുത്ത് വെള്ളം തിളക്കുമ്പോഴത്തേന് പിന്നെ ഇത് ഏലക്ക, പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇത് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. വെള്ളം തിളക്കുമ്പോഴത്തേന് ചിക്കൻ ഇട്ട് കൊടുത്തു. പിന്നെ ഇത് മസാലപ്പൊടി ഇട്ടതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിങ്ക് സാൾട്ട്, പിന്നെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ ഇഞ്ചി, പിന്നെ ഒരു ടൊമാറ്റോ. ഇത് കെച്ചപ്പാണ്. അപ്പോൾ ഇത് ഇവിടെ ചിക്കൻ വെന്തിട്ടുണ്ട്. അതേ പാത്രത്തിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തു. പിന്നെ ഇതിലേക്ക് പട്ട, കറാമ്പ്, ഏലക്ക, സ്റ്റാർ, പിന്നെ ഇതിലേക്ക് സബ്ജീരക ഇട്ട് കൊടുത്തു. സബ്ജീരക ഇട്ടാൽ നല്ല സ്മെല്ലുണ്ടാകുന്നു. പിന്നെ ഇതിലേക്ക് സവാള ഇട്ട് കൊടുത്തു. ഇതൊന്ന് കൂടി റോസ്റ്റാക്കി എടുത്തു. പിന്നെ ഇത് ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് ഒന്നുകൂടി ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ വാട്ടിയെടുത്തു. ഇത് തിളച്ചിട്ട് ഇതിൻ്റെ പച്ചമണം പോയിട്ടുണ്ട്. ഇപ്പം പിന്നെ ഇതിലേക്ക് ഞാൻ ആദ്യം വേവിച്ച ചിക്കൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിത് 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളത്തിലാണ് ചിക്കൻ വേവിച്ചത്. ഇങ്ങനെ ചെയ്താൽ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. പിന്നെ ആ വെള്ളമെല്ലാം ഒഴിച്ച് ചെയ്ത ചിക്കൻ ഇവിടെ മാറ്റി വെച്ചു. പിന്നെ അരി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് 2 മണിക്കൂർ അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അരിപ്പയിൽ അരച്ചിട്ട് എടുത്തതാണ്. അരിൻ്റെ വെള്ളം ഒന്നും ഇരിക്കാൻ പാടില്ല. അരി നല്ല ഡ്രൈ ആയിട്ടുണ്ടാവണം. അപ്പോൾ ചോറ് നന്നായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇത് ഉപ്പ് നോക്കാണിത്. ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്തോളൂ, ഉപ്പ് മതിയിട്ടില്ലെങ്കിൽ. പിന്നെ ഞാനൊരു കാസ്റ്റൻ തവ ഗ്യാസിൽ വെച്ച് അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഈ ചിക്കൻ അതിലേക്ക് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിൽ ഫ്രൈ ആക്കിയാൽ നല്ല സ്മെല്ലുണ്ടാകുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന സ്മെല്ലുണ്ടാകുന്നു, നെയ്യിൻ്റെ ഒരു സ്മെല്ല്. അപ്പോൾ ഈ ചിക്കനൊക്കെ ഞാൻ ആ ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട് ചോറ്. അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സാക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം പിന്നെയാണ് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത്. നന്നായിട്ട് മിക്സാക്കി എടുക്കണം.
ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല. ഇത് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഗ്യാസ് ഓഫ് ചെയ്യുന്നത്. അതേ ചൂടുള്ള പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് അല്ല, 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ടിട്ട് പിന്നെ ഒരു ടിഫിൻ ബോക്സിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടുള്ള സംഭവമാണിത്. അപ്പോൾ ഞാൻ സ്നാക്സ് ആയിട്ട് നേന്ത്രപ്പഴം, കുറച്ച് അണ്ടിപ്പരപ്പും കാഷ്നട്ട്, ബാദാം ഇട്ട് കൊടുത്തു. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം.